ഈ പ്രദേശം വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ കന്നുകാലി വനമെന്നാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഖനി മാഫിയകൾ, കളിമൺ മാഫിയ ഈ പ്രദേശം കൈയടക്കുകയും ഈ പ്രദേശത്ത് നിരന്തരമായി മൈനിങ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു വലിയ ദുരന്തത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന അല്ലെങ്കിൽ കിട്ടാതാകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ അവർക്ക് ജീവൻ നിലനിർത്താനായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇവിടെ വളരെ നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തുകയും 50 ദിവസത്തിലേറെ നീണ്ടു നിന്ന ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് 2 ദിവസത്തിന് മുമ്പ് ഈ പ്രദേശത്തെ ഏകദേശം 50 സെൻറ്റോളം സ്ഥലം ഭൂമി 100 മീറ്റർ താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ദിവസങ്ങൾ കൂടുതൽ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്താകെ തന്നെ വലിയ വൻ ദുരന്തം സംഭവിക്കുവാനായിട്ട് ഇത് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഇവിടെ തന്നെ ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ നടത്തുന്ന എല്ലാവിധ പോരാട്ടങ്ങൾക്കും ഒപ്പം ഈ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങളും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും എല്ലാ കാലത്തും ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നാട്ടിലെ നമ്മൾ ഇനി നിരന്തരമായ വിഷയങ്ങളിൽ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും ജീവിക്കാനുള്ള പോരാട്ടത്തിനും വേണ്ടിയിട്ടുള്ള പരിപാടികളിൽ ആം ആദ്മി പ്രവർത്തകർ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ തരുണത്തിൽ ഇവിടുത്തെ പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് നമുക്ക് നൽകാനുള്ള സന്ദേശം. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ നാടുണ്ട്, ഈ സംസ്ഥാനമുണ്ട്. ഈ സംസ്ഥാനത്തെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, ജീവനെ സ്നേഹിക്കുന്ന, സാധാരണക്കാരെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ പ്രസ്ഥാനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.